റോയിച്ചായ, കോൺഗ്രസിൽ വീണ്ടും പുനഃസംഘടന ചർച്ച തുടങ്ങിയിട്ടുണ്ട്. ഇത്തവണയെങ്കിലും എന്തെങ്കിലും നടക്കൂ? അത് വലിയൊരു ചോദ്യം തന്നെയാണ്. അതായത് കേരളത്തിലെ കോൺഗ്രസിനകത്തെ സംഘടനാ തെരഞ്ഞെടുപ്പ് ഇതൊക്കെ എന്ന് പറയുന്നത് സത്യം പറഞ്ഞ ഒരു വലിയൊരു കോമഡിയാണ്. കാരണം കേരളത്തിൽ ഏറ്റവും ഒടുവിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത് 1992 ജൂണിലാണ്. അന്ന് വളരെ ശക്തമായ ഗ്രൂപ്പിസം നിൽക്കുന്ന സമയത്ത് AK ആൻ്റണിക്ക് എതിരായിട്ട് കരുണാകരൻ സ്ഥാനാർത്ഥിയാക്കി നിർത്തി. AK ആൻ്റണി ഏറ്റവും അടുത്ത സുഹൃത്തും പഴയ A ഗ്രൂപ്പുകാരനുമായ വയലാർ രവിയായിരുന്നു. അന്ന് ഏതാണ്ട് 20-22 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വയലാർ രവി AK ആൻ്റണിയെ തോൽപ്പിക്കുന്നത്. അതിനുശേഷം 32 വർഷമാകും. പിന്നീട് സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നൊരു കാര്യമേ കേരളത്തിലെ കോൺഗ്രസ്സിൽ നടന്നിട്ടില്ല. ദേശീയ തലത്തിലും അന്നായിരുന്നു ഏറ്റവും ഒടുവിൽ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നടന്നതായിട്ടൊക്കെ വന്നത്. അതിനുശേഷം പിന്നീട് മുഴുവൻ കേന്ദ്രത്തിൽ നിന്ന് AICC ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശപ്രകാരം ആരെങ്കിലുമൊക്കെ കുറേ പേരെ ഇവിടെ ഇങ്ങനെ പ്രതിഷ്ഠിക്കുക, അത് 2-3 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും പുനഃസംഘടന എന്ന് പറയുന്ന പേരിട്ട് കൊണ്ടുവരിക. അങ്ങനല്ലാതെ പാർട്ടിയുടെ താഴെത്തട്ടിൽ സംഘടനയെ ഊർജ്ജസ്വലമാക്കുന്ന തരത്തിലുള്ള യാതൊരുവിധ പുനഃസംഘടനയോ സംഘടനാ തെരഞ്ഞെടുപ്പോ ഒന്നും നടന്നിട്ടില്ല. ഏറ്റവും വിചിത്രമായ ഒരു കാര്യമെന്ന് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഈ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും വരെ ഉണ്ടായിരുന്ന ഗ്രൂപ്പിൻ്റെ പ്രമുഖ നേതാക്കന്മാരെന്ന് പറയുന്ന ഒരു സ്ഥിരമായി പറയുന്നൊരു വാക്കുണ്ടായിരുന്നു: കേരളത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നാൽ വലിയ കൊലപാതകങ്ങളും രക്തച്ചൊരിച്ചിലൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്ന സ്ഥിരം ഒരു നാടക ഡയലോഗ് ഉണ്ടായിരുന്നു. നമ്മളൊന്ന് ആലോചിക്കുക, ഇന്ത്യയിൽ 150 കോടി ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ 2024 കഴിഞ്ഞത്. ഒരു കൊലപാതകം എങ്ങും നടന്നില്ല. അപ്പോൾ ഒരു പാർട്ടിയുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കൊലപാതകം നടക്കുമെന്ന് പറയുന്നത് ഇവരുടെയൊക്കെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി. കാരണം അവരുടെ സ്വന്തക്കാരെയും ബന്ധുക്കാരെയും അവരുടെ വേണ്ടപ്പെട്ടവരെയൊക്കെ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കുക എന്നതിന് വേണ്ടിയാണ് ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന പരിപാടിയെ ഇവർ ഉപേക്ഷിക്കുന്നത്. കാരണം അങ്ങനെ നടന്നു കഴിഞ്ഞാൽ അർഹതയുള്ള ഒരുപാട് പേര് മുന്നോട്ട് വരും, ചെറുപ്പക്കാർ വരും, ജനസ്വാധീനമുള്ള ഒരു സംഘടനയുടെ നേതൃത്വത്തിലേക്ക് വരും. അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി സ്ഥിരം പറയുന്നൊരു പല്ലവിയാണ് ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നാൽ അടി നടക്കും പിടി നടക്കും എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു കാര്യമേ ഇല്ല. അത് ഇതിനു വേണ്ടിയാണ് ഇവരുടെ വേണ്ടപ്പെട്ടവരും പെട്ടിയെടുപ്പുകാരെയും മൂടുതാങ്ങികളെയൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഈ പുനഃസംഘടന എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഇഷ്ടക്കാരെ പ്രതിഷ്ഠിക്കുന്ന ഈ പദ്ധതി ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. അപ്പോൾ അതാണ് ഈ സംഘടന ഗ്രൂപ്പ് മാനേജർമാരുടെ താല്പര്യപ്രകാരം ഒരിക്കൽ പോലും പാർട്ടിക്കകത്ത് സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇവർ അനുവദിക്കത്തില്ല. അതാണ് കാലാകാലങ്ങളെ. ഇപ്പോഴെന്താണ് ഇപ്പോൾ പറയുന്നത്, 2016 21 നിയമസഭാ തെരഞ്ഞെടുപ്പ് തോറ്റതോടുകൂടി പിന്നെ പറയാൻ തുടങ്ങി ഗ്രൂപ്പില്ലാതായി. ശരിയാ, ഗ്രൂപ്പില്ല, പ്രത്യക്ഷത്തിൽ ഗ്രൂപ്പില്ല, പക്ഷേ ഇപ്പോൾ ആ ഗ്രൂപ്പൊക്കെ തന്നെ ഇപ്പോഴും ഉണ്ട്. ആ ഗ്രൂപ്പ് നേതാക്കന്മാർ പതുങ്ങിയിരിക്കുക എന്നുള്ളത്. കാരണം ഗതി കിട്ടാത്ത ഒരവസ്ഥയായതുകൊണ്ടും ഭരണം 10 വർഷമായിട്ട് ഇല്ലാത്തതുകൊണ്ടും എല്ലാം പതുങ്ങി മാളത്തിലിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ അതിന് കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി കുറേ തിരഞ്ഞെടുക്കും. ഇതെന്തുവാണ് ഇതേ വീണ്ടും സംഭവിക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ ഈ ഏകദേശം കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് കേരള രാഷ്ട്രീയമായിട്ടോ കോൺഗ്രസ് രാഷ്ട്രീയമായിട്ടോ ഒരു ബന്ധവും ഇല്ലാത്ത വീണ്ടും കുറേ എണ്ണത്തിനെ കൊണ്ട് ഈ മൂലയിൽ വെക്കും. നമ്മൾ ഈ KPC ആഫീസിൽ നോക്കിയാൽ മതി, ജനങ്ങളുമായി ഒരു ബന്ധവും ഇല്ലാത്ത കുറേ പേർ അവിടെ ഇരിപ്പുണ്ട്. പാർട്ടി ജനറൽ സെക്രട്ടറി, മറ്റേ സെക്രട്ടറി, മറിച്ച് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ് സംഘടന നിർജ്ജീവാവസ്ഥയിലാണ്. നടുവ് ചതഞ്ഞ പാമ്പിനെ പോലും കിടക്കുകയാണ്. പേരിന് മാത്രം അവിടെ ഇവിടെയൊക്കെ ഒരു സംഘടന ഉണ്ടെന്നുള്ളതല്ലാതെ വേറൊന്നുമില്ല. അത് മാറ്റി എന്തെങ്കിലും ഇന്ത്യയിലെ പാർട്ടി കോൺഗ്രസിൻ്റെ ഒരു സംഘടനാ രൂപമുള്ള ഏക സംസ്ഥാനം കേരളമാണ്. അവിടെ പോലും ഇതാ സ്ഥിതി. അപ്പോൾ അതിനൊരു മാറ്റം വരുമോ ഇല്ലയോ എന്നുള്ളതാണ്. പുനഃസംഘടന എന്ന് പറയുന്നുണ്ട്. 3 ആഴ്ചയ്ക്കുള്ളിൽ നടക്കുമെന്ന് ഇന്നലെ KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നടന്നാൽ ഭാഗ്യം. KPCC പ്രസിഡന്റിന്റെ കാര്യം പറയുമ്പോഴേ ഈ K സുധാകരനെ വിളിക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് വലിയ മുറവിളി കിട്ടിയാണ് സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് കൊണ്ടിരുത്തിയത്. അന്ന് പറഞ്ഞത് CCU ഗ്രാസ് റൂട്ട് ലെവൽ മുതൽ പ്രവർത്തനം എന്നെല്ലാം വലിയ പ്രഖ്യാപനങ്ങളുണ്ട്. അതൊന്നും നടന്നില്ല. ഇതിനകത്തെ ഒരു പ്രധാന പ്രശ്നം സുധാകരൻ്റെ കഴിവില്ലായ്മയോ പ്രശ്നങ്ങളോ ഒന്നുമല്ല. ഇതിൻ്റെ ഒരു ബേസിക് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോഴും ഈ കോൺഗ്രസിനകത്ത് കുറേ സ്രാവുകളുണ്ട്. ഒരു പണിയും ചെയ്യാത്ത, ഒരു തരത്തിലും സംഘടനയെ ചലിപ്പിക്കാൻ കഴിയാത്ത കുറേ അതിഭീകരം രാക്ഷസന്മാരായ നേതാക്കന്മാർ ഇപ്പോഴും ഈ പാർട്ടിക്കകത്തുണ്ട്. ഇവരുടെ സൗകര്യം അനുസരിച്ചാണ് ഈ സംഘടനയെ ചലിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അവർക്ക് ഭരണത്തിൽ തിരിച്ചു വരണമെന്നോ അല്ലെങ്കിൽ ഈ സംഘടന വലുതായി ആ ഒരു സംഘടനാ പ്രവർത്തനം നടത്തണോ അങ്ങനെയൊന്നും താല്പര്യമുള്ളവരൊന്നുമല്ല. ഇത് അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കുക, ഇതിനപ്പുറത്തേക്ക് വേറെ ഒരു കാര്യവും എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്തവർ വരെ പോലും പാർട്ടി ഭാരവാഹിത്വത്തിലുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ദുരന്തം എന്ന് പറയുന്നത്. പുതുതായിട്ട് ഈ പാർട്ടിയിലേക്ക് ആരെങ്കിലും ആകർഷിക്കണമെങ്കിൽ ഓടി നടന്ന് പണിയെടുക്കാൻ ആൾ വേണം.
അതിനൊന്നും ആരുമില്ല. ഇത് ജാതി പറഞ്ഞും മതം പറഞ്ഞും നേതാക്കളുടെ ബന്ധുത്വം പറഞ്ഞും പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞാണ് പാർട്ടി സ്ഥാനം നേടുന്നത്. സമുദായ നേതാക്കന്മാരുടെ ശുപാർശ കത്തും കൊണ്ടുവന്ന് പാർട്ടി നേതാക്കന്മാരാകുന്നവർ, പാർട്ടി ഭാരവാഹിത്വം വഹിക്കുന്നവർ, മത സാമുദായിക നേതാക്കന്മാരുടെ ഇംഗിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവർ, അവർ കൊടുക്കുന്ന കത്തനുസരിച്ചുള്ളത്. അപ്പോൾ ഇങ്ങനെ തന്നെ ഈ സംഘടന ദുർബലമായി പോകുന്നതിൻ്റെ ഒരു കാരണം അതാണ്. അതൊരു ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലയിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി പാർട്ടി ഭാരവാഹിത്വത്തിലേക്ക് ആളിനെ കൊണ്ടുവന്നാൽ ഈ സംഘടന വലിയ തോതിൽ മുന്നോട്ട് പോകും. അതിന് അനുവദിക്കാത്ത ഒരു സംഘം പിന്നെ സ്ഥാപിത താല്പര്യക്കാരാണ് എപ്പോഴും ഈ സംഘടന നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ സുധാകരൻ വന്നാലോ ഇനി സാക്ഷാൽ ബ്രഹ്മാവ് വന്നാലോ നടത്താൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഈ പാർട്ടി സംഘടനയ്ക്കകത്തുണ്ട്. അപ്പോൾ അവിടെയാണ് ഇത് നേരിടുന്ന പ്രധാന പ്രശ്നം. ഇപ്പം പേരിന് വേണ്ടി ഈ പുനഃസംഘടനയൊക്കെ നടക്കുമായിരിക്കും. ഒരുപാട് ചെറുപ്പക്കാർ ഇപ്പോഴും പുറത്ത് നിൽപ്പുണ്ട്. ഈ സംഘടനയുടെ 7 അയൽവക്കത്ത് പോലും വരാൻ പറ്റാത്ത രീതിയിൽ ഇതിങ്ങനെ കോട്ട കെട്ടിയിരിക്കുകയാണ്. രാവണൻ കോട്ട പോലെ കുറേ പേര് ഇതിനകത്ത് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിന് പുറത്തിറങ്ങത്തില്ല. ഇപ്പം നോക്കിയേ, പ്രതിപക്ഷത്തായിട്ട് 10 വർഷമാകുന്നു. ഈ സംഘടനാ പ്രവർത്തനം എന്തുവാണ് ഈ തിരുവനന്തപുരം നഗരത്തിൽ നടക്കുന്നത്? ഈ പാർട്ടിയുടെ കേന്ദ്ര ഓഫീസ് ഇരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന വാർഡ് തന്നെ BJP ആണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. നമ്പർ 1. പിന്നെ ഈ 14 നിയമസഭാ സീറ്റുള്ള ഈ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഒരു സീറ്റാണ് ആകെ ജയിച്ചിരിക്കുന്നത്. ഈ മികവുണ്ടോന്നല്ല, ആ സ്ഥാനാർത്ഥിയുടെ മികവുണ്ട്. വിൻസെൻ്റ് എന്ന് പറയുന്നത് സ്ഥാനാർത്ഥിയുടെ പൊതുസമ്മതനായ ഒരാളായതുകൊണ്ട് ജയിച്ചു. അതല്ലാതെ എന്താണ് ഇവരെന്ത് പാർട്ടി പ്രവർത്തനം ഈ ജില്ലയിൽ നടന്ന് ഒരു പാർട്ടി പ്രവർത്തനവും നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ സംഘടന പടവലങ്ങ പോലെ താഴോട്ട് പോകുന്നത്. അപ്പോൾ പിന്നെ പൊതുസംഘടന നടത്തിയിട്ട് എന്താ കാര്യം? കുറേ പേര് വീണ്ടും കുറേ ഇതേപോലെ തന്നെ പ്രവർത്തിക്കാത്ത നിർജീവാവസ്ഥയിലുള്ള കുറേ പേരെ കൊണ്ടുവെക്കാമെന്നുള്ളതല്ലാതെ വേറെ ഒരു കാര്യമില്ല. ചെറിയാൻ ഫിലിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് 50% യുവാക്കൾക്ക് ഭാരവാഹിത്വം. അതുപോലെ നടക്കുന്ന കാര്യമാണ്. അല്ല, അതൊക്കെ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഒരു മോഹം എന്നുള്ളതല്ല, അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്നറിയാം, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പാർട്ടിക്കകത്തുനിന്ന് ഒരിക്കലും ഒഴിഞ്ഞു പോകാത്ത തരത്തിലുള്ള കുറേ ആൾക്കാർ ഇതിനെ ചുറ്റിപ്പറ്റി നിൽപ്പുണ്ട്. അതിനൊന്നുകിൽ നിങ്ങൾ ഒരു ശസ്ത്രക്രിയാ വിദഗ്ധൻ്റെ പോലെ ആരെങ്കിലും ഒരാൾ വലിയ തോതിലുള്ള സർജറി നടത്താൻ തയ്യാറാവണം. ഈ ക്യാൻസറസ് ആയിട്ടുള്ള ഇതുപോലുള്ള ഇത്തിക്കണ്ണികളെ ഒഴിവാക്കിയിട്ട് നല്ല സംഘടനാ പ്രവർത്തനം നടത്താൻ കഴിവുള്ളവരെ കൊണ്ടുവരണം. അവിടെയാണ് ഈ രാഹുൽ ഗാന്ധി പരാജയപ്പെടുന്നു എന്ന് പലപ്പോഴും തോന്നിപ്പോകുന്നത്. ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള സ്റ്റെപ്പ് എടുത്ത് ഇത്തരം ആൾക്കാരെ ഒഴിവാക്കി. ഇനി തെരഞ്ഞെടുപ്പിന് 1.5 വർഷമേ ഉള്ളൂ. ഇവരിപ്പോഴും പുനഃസംഘടന എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. CPM-നകത്ത് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, നേതൃത്വത്തിനെതിരെ ചോദ്യം ചെയ്യുന്നു, അതൊക്കെ ഉണ്ട്. ഇപ്പം ഈ പുറമെ ഈ പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടെങ്കിലും അതിനൊരു സംഘടനാ സംവിധാനം ഉണ്ടല്ലോ. ഇവിടെ കോൺഗ്രസ്സുകാർക്ക് എന്ത് സംഘടനാ സംവിധാനം ഇല്ല. കേരളത്തിലെ പുനഃസംഘടനയെ കുറിച്ച് പറയുമ്പോഴേ വലിയൊരു ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സന്ദീപ് വാര്യർ, BJP നിന്ന് കോൺഗ്രസിലേക്ക് വന്ന സന്ദീപ് വാര്യറെ കോൺഗ്രസ് എവിടെ കസേരയിട്ട് ഇരുത്തും എന്നുള്ളതാണ്. അല്ല, സന്ദീപ് വാര്യരെ പോലുള്ള ചെറുപ്പക്കാർ വരട്ടെ തന്നെ. ഇതിനകത്ത് ഈ പാർട്ടിക്കകത്ത് ഒരു 10-30% നല്ല മിടുക്കന്മാരായ ചെറുപ്പക്കാരുണ്ട്. നിങ്ങൾ അവർക്ക് അവസരം കൊടുക്കുക, അവരെ പെർഫോം ചെയ്യട്ടെ. സന്ദീപ് വാര്യരും പിന്നെ ഈ കേരളത്തിൽ ഇപ്പോൾ ഇന്ന് എല്ലായിടത്തും സന്ദീപ് വാര്യരെ കോൺഗ്രസ്സുകാരുടെ ഒരു മുഖമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സന്ദീപ് വാര്യർക്ക് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കുകയോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. ഇനി ഗ്രൂപ്പിസത്തിൻ്റെ പേരിൽ അയാളെ തട്ടിത്തെറിപ്പിക്കുകയോ ഇല്ലയോ എന്നൊക്കെയുള്ളതാണ് കാണേണ്ടത്. സന്ദീപിന് ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനമൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും സന്ദീപിന് അതിന് അർഹനാണ്. സന്ദീപ് അതിനുവേണ്ടി പണിയെടുക്കാൻ സന്ദീപിന് പിന്നെ കഴിയുകയും ചെയ്യും. പക്ഷേ നിങ്ങൾ അവസരം കൊടുക്കുകയോ ഇല്ലയോ എന്നുള്ളതാണ് പെട്ടെന്നുണ്ടായുള്ള ക്വസ്റ്റ്യൻ. അത് കൊടുത്താൽ കൊള്ളാം, കൂടുതൽ ആൾക്കാർ വരാനുള്ള ഇടയാവും. ഒരു പാർട്ടി സംരക്ഷിക്കുക എന്നുള്ളൊരു ഉറപ്പാണല്ലോ. എന്തിനാണ് പിന്നെ വാസു മാസ്റ്റർ എന്ന് പറഞ്ഞ ഒരാൾ CPM-ലേക്ക് വന്നപ്പോൾ അയാൾക്ക് ഒരു സർക്കാർ പദവിയൊക്കെ കൊടുത്ത് ഇരുത്തി എന്തിനാണ്? സംരക്ഷണം ഉണ്ടെങ്കിൽ ആൾക്കാർ വരത്തുള്ളൂ, ഇല്ലേ? ഇത് പുണ്യത്തിന് വേണ്ടി ചെയ്യുന്ന പണിയല്ലല്ലോ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ അത് രാഷ്ട്രീയമായ സംരക്ഷണം എന്ന് പറയുന്നത് ഇതെല്ലാം ഉൾപ്പെടുന്നതാണ്. അത് കിട്ടുമ്പോഴേ ആൾക്കാർ കൂടുതൽ വരാനുള്ള സാഹചര്യം ഉണ്ടാകത്തുള്ളൂ. ദേശീയ തലത്തിലാണ് BJP ആളിനെ പിടിച്ചിട്ട് പദവികൾ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു രാഷ്ട്രീയം, പ്രായോഗിക രാഷ്ട്രീയം എന്ന് പറയുന്നത് അതൊക്കെ തന്നെയാണ്. അത് കഴിഞ്ഞാൽ കേരളത്തിൽ കോൺഗ്രസിന് സ്കോപ്പുണ്ട്.